പ്രിയമുള്ളവരെ, നമുക്കൊരു സന്തോഷ വാർത്തയാണ്, ആശ്വാസം പകരുന്ന ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലെ ഏറ്റവും സഹായകരമായിട്ട് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മഹാരാഷ്ട്രയിലും ഒക്കെ വലിയ ഹോസ്പിറ്റൽ നടത്തി വളരെ പരിചയമുള്ള ഈ ഒരു സ്ഥാപനം നമ്മുടെ കരുനാഗപ്പള്ളിയിൽ വലിയത്ത് ഹോസ്പിറ്റൽ ഏറ്റെടുത്ത് കിംസ് വലിയത്ത് എന്നുള്ള പേരിലൊരു ഹോസ്പിറ്റൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിലെ എല്ലാ സൗകര്യങ്ങളും, ട്രാൻസ്പ്ലാന്റ് അടക്കം, അവയവങ്ങൾ മാറ്റിവെക്കുന്ന അടക്കം, ഹൃദയം മാറ്റിവെക്കുന്ന അടക്കമുള്ള ശസ്ത്രക്രിയയിലേക്ക് നീങ്ങുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ വളരെ നല്ലൊരു പദ്ധതി അവർ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അപസ്മാര രോഗം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുഞ്ഞിന് അപസ്മാരമുണ്ട് എന്നറിയുന്നത്. ഈ അപസ്മാര രോഗം മരണം വരെയും കൊണ്ടു നടക്കേണ്ട ഒരു രോഗമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അതുവരെയും ഡോക്ടറെ കണ്ട് മരുന്നുകൾ കഴിച്ച്, ഗുളികളിങ്ങനെ കഴിച്ച് നമ്മുടെ ജീവിതം തന്നെ താറുമാറാണ്. നമ്മൾ അപസ്മാര രോഗമുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായ ചികിത്സയും ഒരു സർജറിയും ചെയ്യും. സർജറി ചെയ്ത് കഴിയുമ്പോൾ ആ സർജറിയിലൂടെ ഈ രോഗം പൂർണ്ണമായി മാറും. 90% ചികിത്സ വിജയിക്കുന്ന ഒരു പ്രശ്നമായി അപസ്മാര രോഗം മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ അതിനുള്ള അവസരം നമ്മൾ പാഴാക്കരുത്. പ്രത്യേകിച്ച് ഒരു 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് വളരെ ഫലപ്രദമായി, ഏതാണ്ട് 100% തന്നെ ഫലപ്രദമാണെന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം. അതിനുള്ള സംവിധാനം കൃഷ്ണ മെഡിക്കൽ സയൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു സംവിധാനം നമ്മൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. നിർധനരായ, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരിപൂർണമായും സൗജന്യമായി ഇതിൻ്റെ ചികിത്സയും സർജറിയും ചെയ്തു കൊടുക്കുക എന്നാണ് കിംസ് വലിയത്തിൻ്റെ പദ്ധതി. ആ പദ്ധതി ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൻ്റെ പേര് ദീപ്തം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഈ പദ്ധതി ഇന്ന് ഇവിടെ വെച്ച് ഞാൻ ലോഞ്ച് ചെയ്യുകയാണ്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. ദീപ്തം എന്ന ഈ ഏറ്റവും അനുഗ്രഹീതമായ ഈ പദ്ധതി KSRC ജീവനക്കാർക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ KSRCയുടെ ഡോക്ടറുമായി ബന്ധപ്പെട്ടാൽ മതി. അദ്ദേഹം ഇത് നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് തരും. ഡോക്ടർ അംജിത്ത് പറഞ്ഞതുപോലെ സ്പൈനുമായി, നട്ടെല്ലുമായി ബന്ധപ്പെട്ട് ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, വാഹനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്നതും ഇരുന്ന് യാത്ര ചെയ്യുന്നതുമായ KSRC ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ KSRCയുടെ ഡോക്ടറുമായി ബന്ധപ്പെടുക തിരുവനന്തപുരത്ത്. അദ്ദേഹം കിംസ് വലിയത്ത് ആയിട്ട് ചേർന്നുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ അതിനാവശ്യമായ ചികിത്സയും വേണ്ടി വന്നാൽ വളരെ കുറഞ്ഞ ചെലവിൽ സർജറിയും കാര്യങ്ങളെല്ലാം ചെയ്തു തരാനുള്ള ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. ഈ അവസരം KSRC ജീവനക്കാർ കൂടി ഉപയോഗപ്പെടുത്തണം. ബഹുമാനപ്പെട്ട മന്ത്രി എപ്പോഴും സ്വന്തം നാടും അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെയുള്ള ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. ആ ആശുപത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഏതൊരു പദ്ധതിക്കും നമ്മുടെ ആശുപത്രിയും നമ്മുടെ ടീം ഓഫ് ഡോക്ടേഴ്സും എംപ്ലോയീസും കൂടെ നിൽക്കാൻ തയ്യാറാണെന്ന് ഇതിലൂടെ അറിയിച്ചു.